നമ്മുടെ സേനയ്ക്ക്, നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാനെ ഇത്രയും വലിയ പ്രഹരമേൽപ്പിക്കാനുള്ള കഴിവ് നമ്മൾ പലരും മുൻകൂട്ടി കണ്ടിട്ടില്ല നേരത്തെ. പക്ഷേ അറിയാം, നമുക്ക് വലിയ പ്രഹരശേഷി ഉണ്ട് എന്നുള്ള വിവരം നമുക്കറിയാം, എനിക്കും അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞൊടിയിടയ്ക്കുള്ളിൽ ആ പാകിസ്ഥാനിലെ ഒരുപാട് വ്യോമത്താവളങ്ങളും അവരുടെ എയർ ഫീൽഡുകളും അതുപോലെ അവരുടെ റഡാറുകളും ഒക്കെ അടിച്ച് നശിപ്പിക്കാൻ പറ്റിയത് എൻ്റെ കാരണം പതുക്കെ ഒന്ന് നോക്കിയാൽ അത് ബ്രഹ്മോസ് മിസൈലാണ് അതിൻ്റെ കാരണം. പുറകിലുള്ള ആൾ ബ്രഹ്മോസ് എന്ന് പറയുന്ന വജ്രായുധം ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം പാകിസ്ഥാൻ രക്ഷയൊന്നുമില്ല. ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ്. ആ ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനും ഒക്കെ അപ്പുറമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബ്രഹ്മോസ് എന്ന് പറയുന്നത് 400 മുതൽ 700 കിലോമീറ്റർ വരെ പരിധിയിലാണ് പറക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശബ്ദത്തേക്കാൾ 2.8 മടങ്ങ് വേഗതയാണുള്ളത്. അതായത് മിന്നൽ പോലാണ് ശബ്ദം കേൾക്കുന്നത്. മിന്നൽ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാൽ നമ്മൾ ഇടിയുടെ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8 മടങ്ങ് ശബ്ദത്തേക്കാൾ നമ്മളിതിൻ്റെ വേഗതയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ശബ്ദമൊന്നും കേട്ടാലൊന്നും അവിടെ ചെല്ലത്തില്ല, സൗണ്ടൊന്നും. ആ രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. പിന്നെ അതിന് 400 മുതൽ 700 വരെ കിലോമീറ്ററാണ് പരിധി. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അന്നൊരു പ്രശ്നം, അത് വാർഹെഡ് ഉൾപ്പെടെ അതിൽ വരുന്നത് 2900 കിലോഗ്രാമാണ് അതിനുള്ളത്. 2900 കിലോഗ്രാം വെയിറ്റാണ്. ഇത് നമ്മുടെ സുഖോയ് 3 വിമാനങ്ങളിൽ ഘടിപ്പിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സുഖോയ് 3 ഉപയോഗിച്ചാണ് ഇത് മുഴുവൻ പാകിസ്ഥാനിൽ അടിച്ച് നശിപ്പിച്ചത്. അപ്പോൾ ആ വിമാനത്തിന് പ്രത്യേകമായിട്ടുള്ളതാണ് അന്ന് ബ്രഹ്മോസ്. ഇനി അത് ആ ബ്രഹ്മോസിൻ്റെ ഇതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെർഷൻ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററിയുടെ രഹസ്യങ്ങൾ വെളി പറയുകയല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല, ഇത് വെറും ലിറ്ററേച്ചർ മാത്രമല്ല, ഇത് നമ്മുടെ ശാസ്ത്രരാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഇന്ത്യയുടെ ശേഷി. കാരണം യമനൊന്നും പിന്നെ ഇങ്ങോട്ട് അടുക്കത്തില്ല. ആ രീതിയിൽ വേണം നമ്മളിതിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വെളി പറയുന്നത്. ഇത് നമ്മുടെ അതായത് പാകിസ്ഥാനിലെ പാസിരൂർ അതുപോലെ സിലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ റഡാറുകൾ തകർത്തത് ബ്രഹ്മോസാണ് നിമിഷങ്ങൾക്കുള്ളിൽ. അതുപോലെ തന്നെ മ്യൂറിഡ് എന്ന് പറയുന്നത്, അതുപോലെ റഹിയാമാർ ഖാൻ, പിന്നെ സുക്കൂർ, ചുനിയർ, ഇതുപോലെ എന്നുള്ള ഭാഗങ്ങളിലെ ഈ സ്ഥലങ്ങളിലെ പാകിസ്ഥാനിലെ ഇവിടുത്തെ എല്ലാമുള്ള വ്യോമത്താവളങ്ങൾ പൂർണ്ണമായിട്ട് തകർത്തു. ആ തകർത്തത് ബ്രഹ്മോസാണ് തകർത്തേക്കുന്നത്. നമ്മുടെ 6 കപ്പലുകളിൽ, യുദ്ധക്കപ്പലുകളിൽ ഇത് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഡാറുകളുടെ കണ്ണിപ്പെടത്തില്ല. ഇത് റഡാറുകൾക്ക് പിടിക്കാനൊക്കത്തില്ല, ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ അടി കിട്ടിയെന്ന്. അത് അവിടെ ഉള്ളവർക്ക് ആർക്കും അറിയാനും പറ്റത്തില്ല, കാരണം പിന്നെ അവരാരും കാണത്തില്ല. അതാണ് അതിൻ്റെ പ്രഹരശേഷി. അതേപോലെ തന്നെ ഈ വ്യോമതാവളങ്ങൾ കൂടാതെ ഇത് അനേകം, അതായത് സർഗോഡ, അതുപോലെ തന്നെ ജേക്കബാബാദ് തുടങ്ങിയ പാകിസ്ഥാൻ്റെ എയർ ഫീൽഡുകൾ അത് നശിപ്പിച്ചു. അവർക്ക് ഉണ്ടായ നഷ്ടം, പാകിസ്ഥാൻ ഉണ്ടായേക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് അക്കത്തിൽ എഴുതാൻ പോലും ഒക്കത്തില്ല. ആ രീതിയിലുള്ള നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട് ആ കാര്യത്തിൽ. ഇനി എന്തെന്നറിയോ, ഇനിയിപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തേക്കുന്ന ബ്രഹ്മോസിൻ്റെ ചെറിയ വെർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ അത്രയും വലിപ്പമില്ല, എന്നാലും അതിന് 6 മീറ്റർ നീളമുള്ളതാണ് അടുത്തത് വരാൻ പോകുന്നത്. അത് വരാൻ പോകുന്ന അല്ലാതെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. അത് 290 കിലോമീറ്ററേ അതിന് പ്രഹരശേഷിയുള്ളൂ. ഇപ്പോഴത്തെ ഉള്ളതിനാണെങ്കിൽ 400 മുതൽ 700 വരെ 2900 കിലോഗ്രാം ഭാരമുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന നമ്മുടെ പുതിയ മിസൈലിന്, ബ്രഹ്മോസിന് 1290 കിലോഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. ഈ 2900 ഒരെണ്ണത്തിനുള്ളിടത്ത് 1290. നമ്മുടെ സുഖോയ് 3 വിമാനത്തിലാണെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ബ്രഹ്മോസ് ഒരെണ്ണേ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ, കാരണം ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട്.
ഇനി വരാൻ പോകുന്ന ഈ ചെറിയ വെർഷൻ ഉണ്ടല്ലോ, അതിന് പ്രഹരശേഷി വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ അതിൻ്റെ ഈ സ്പീഡെന്ന് പറയുന്നത് അതാണ് നമ്മൾ അതിശയിക്കുന്ന സ്പീഡ്. ശബ്ദത്തേക്കാൾ 3.5 മടങ്ങ് വേഗമാണ്. ഇപ്പോൾ ഉള്ളതിന് 2.8 ഉള്ളെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളെങ്കിൽ, ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്ന ഇപ്പം വരുന്ന മിസൈലെന്ന് പറയുന്ന ബ്രഹ്മോസിന് ഇത് 3.5 മടങ്ങ്, ശബ്ദത്തേക്കാൾ 3.5 മടങ്ങ് സൂപ്പർസോണിക്, ഹൈപ്പർസോണിക്കാണ്. ഇനി അടുത്തത് നമ്മൾ വീണ്ടും വികസിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടോ. അടുത്തത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലക്നൌവിൽ പുതിയ പ്ലാന്റ് വന്നു, അതിനെ തറക്കല്ല് കേട്ടു, അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് വരാൻ പോകുന്നതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് അത് ഹൈപ്പർസോണിക്കാണ്. സൂപ്പർസോണിക്കും അല്ല, ഹൈപ്പർസോണിക്കാണ്. ഈ പറയുന്നതൊന്നും അല്ല അതിൻ്റെ വേഗത. കാരണം ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തട്ടും, അതാണ് ചെയ്യുന്നത്, ആ രീതിയാണ്. അപ്പോൾ ഇത് ഈ നമ്മുടെ 2900 കിലോഗ്രാം ഭാരമുള്ള ബ്രഹ്മോസ് വിമാനത്തിൽ ഒരെണ്ണേ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം പോർവിമാനത്തിന് അതിൽ കൂടുതൽ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മിസൈലിന്, ബ്രഹ്മോസിന്, അതിൻ്റെ ചെറിയ വെർഷൻ, അതിന് യഥാർത്ഥം അത് 3 എണ്ണം ഘടിപ്പിക്കാം. അപ്പോൾ അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജാണ്. ഒരു വിമാനം പറന്നങ്ങോട്ട് പോയിട്ട് ഒരു സ്ഥലത്തോട്ട് ചെന്ന് അടിച്ചൊരെണ്ണം തകർത്തിട്ട് അപ്പുറത്തോട്ട് മാറി നിന്ന് അടുത്തടിക്കാം. അങ്ങനെ 3 എണ്ണം തകർത്ത് റെഡി തരിപ്പണമാക്കിയിട്ട് വരാം. ഈ രീതിയിലുള്ള കഴിവാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി, അതുപോലെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ ആർജിച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ വ്യോമയാന മേഖല, വ്യോമ താവളങ്ങൾക്ക്, അതായത് വ്യോമ സൈനിക താവളങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇത്. മാത്രമല്ല ഇത് കപ്പലിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രഹരശേഷി അത്രത്തോളം വലിയ പ്രഹരശേഷിയാണ്. നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഭസ്മമാക്കിയിട്ട് തിരിച്ചു വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇന്ന് പാകിസ്ഥാനിൻ്റെ ഒരു അവകാശവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ സൈനിക താവളം അടിച്ച് തകർത്തെന്ന് പറഞ്ഞു. അവിടെ ഈ പറയുന്ന അവകാശവാദം ഉന്നയിച്ച സ്ഥലത്ത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇന്ന് പോയി കേട്ടോ. പോയിട്ട് അവിടുത്തെ സൈനികർക്കൊക്കെ ഒരു സല്യൂട്ടും ഒക്കെ കൊടുത്ത് നല്ല ഒരു വളരെ ഊർജം പകരുന്ന ഒരു വലിയ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചു. ആ കാഴ്ചവെച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ആ എയർഫീൽഡ് നമുക്ക് ആ വ്യോമതാവളം മുഴുവൻ കാണാവുന്ന വിധത്തിലാണ് എല്ലാ ലോകത്തിനെ മുഴുവൻ കാണിച്ചു കൊടുത്തു ഈ പാകിസ്ഥാൻ്റെ അവകാശവാദം എന്താണെന്ന്. പൊള്ളയാണൊന്നുമില്ല. അവിടെ ഒരു ഇഷ്ടിയ കല്ല് പോലും അവിടെ ഇളകിയിട്ടില്ല. വെറുതെ പറയുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആകാശത്തോടെ ഈ കത്തിച്ചു വിടുന്നത് മാതിരി കത്തിച്ചു വിടും. വാലപ്പടക്കം, ഇതിന് തിരി കൊടുക്കുന്ന എന്തെങ്കിലും പടക്കം കത്തിച്ചു വിടുന്നതല്ലാതെ വേറെ ഒന്നും അധികം നടന്നിട്ടില്ല. പിന്നെ പാവങ്ങളുടെ വീട്, അതിൻ്റെ മുകളിലൊക്കെ അടിക്കാനുള്ള ശേഷി ഇവർക്കുള്ളൂ. അല്ല, നമ്മുടെ സൈന്യ താവളങ്ങളെ ഒന്നും ആക്രമിക്കാൻ ഇന്ത്യ സമ്മതിക്കത്തില്ല, നടക്കത്തില്ല. നമ്മുടെ രാജ്യത്തിന് അതിനുള്ള കഴിവുണ്ട്. അത് പ്രധാനമന്ത്രി പറഞ്ഞു കൊടുത്തു. വളരെ പട്ടാളക്കാർക്ക് ആവേശം പകരുന്ന ഒരു പ്രസംഗമായിരുന്നു. അത് ഒരു എയർഫീൽഡ് തന്നെയാണ്, വ്യോമതാവളത്തിലാണ് പോയത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഭാരത് മാതാ കി ജയ് എന്നുള്ളതാ. അതുണ്ടെങ്കിൽ അത് വളരെ ഊർജം പകരുന്നതാണ് എല്ലാവർക്കും. ശരിയാണ്, എല്ലാ ആളുകൾക്കും, ഭാരതീയരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഊർജം പകരുന്നതാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് വലിയ കടപ്പാടുണ്ടായിരിക്കണം, നന്ദി ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ മാതൃരാജ്യമാണ്. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അഥവാ ചിലപ്പോൾ പറഞ്ഞില്ലേ, ചിലർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാറേ നമ്മുടെ റഫാൽ തകർന്നതിനെ കുറിച്ചൊന്ന് പറയാമെന്ന്. നമ്മുടെ റഫാൽ തകർന്നെന്ന് ആര് പറഞ്ഞു? ഇനി അത് ചോദിച്ചപ്പോൾ നമ്മുടെ സൈനിക നേതാക്കൾ, സൈനിക ഉദ്യോഗസ്ഥർ ഇരുന്ന് അവർ പ്രസ് ബ്രീഫിംഗ് നടത്തിയല്ലോ. ഇതേ ചോദ്യം അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഷ്ടം വല്ലതും നമുക്കുണ്ടായെന്ന് ചോദിച്ചാൽ നഷ്ടം ഉണ്ടാവുന്ന സ്വാഭാവികമാണ്. കാരണം ശത്രുരാജ്യത്തിന് ഇത്രത്തോളം നഷ്ടം വാരി വിതയ്ക്കുമ്പോൾ നമുക്കും എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ നഷ്ടമൊന്നും നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വിമാനങ്ങൾ പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല നോക്കേണ്ടത്. നമ്മുടെ എല്ലാ പൈലറ്റുമാരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിമാനം പോയി എന്ന് പറയുന്നത് ഒരു ഇല്ലാ കഥയാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അഥവാ അത് പോയാൽ പോലും, നമ്മുടെ ഏതെങ്കിലും ഒരു വിമാനം തകർന്ന് വീണാൽ പോലും അത് നമ്മുടെ പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ അത് സ്വാഭാവികമാണ്, അതുണ്ടാവാം. കാരണം ശത്രുരാജ്യത്ത് ഇത്രയും നാശം വിതയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടായെന്നിരിക്കും. യുദ്ധത്തിൽ അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വിലയേറിയ വാചകങ്ങളാണ്. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നമ്മുടെ സൈനികരെ എല്ലാം വളരെയധികം നന്ദിയോടുകൂടി സ്മരിച്ചു. അദ്ദേഹം അവരൊക്കെ എല്ലാ വിധ നന്ദിയും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്ക് മുഴുവൻ നിങ്ങളോട് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് അത് വളരെ ഒരു വലിയ ഊർജ്ജമായി. അങ്ങനെ ആയിരിക്കട്ടെ നമുക്കെല്ലാവർക്കും.